അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ രണ്ട് കേസുകൾ ഡിസ്കസ് ചെയ്തു. കേസ് 1 അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന കേസ്, അതുപോലെ കേസ് 2 അതായത് റിയൽ ആൻഡ് ഡബിൾ റൂട്ട് വരുന്ന കേസ്. ഇനി കോംപ്ലക്സ് റൂട്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ്, കേസ് 3ലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്താണ് കോംപ്ലക്സ് റൂട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്നാണ്. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്താണ് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ വരിക? ലാംഡ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ ഈക്വൽ ടു -1, അതായത് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് വരും. പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1, അതായത് എന്താണ്? ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i ആണ് കിട്ടുക. ഈ i എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കോംപ്ലക്സ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് ഈ i എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ സൊല്യൂഷനെ നമുക്ക് എന്താ കിട്ടുക? കോംപ്ലക്സ് സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ ഇ റേസ് ടു ഐ എക്സും ഇ റേസ് ടു മൈനസ് ഐ എക്സും ഇതിന്റെ കോംപ്ലക്സ് സൊല്യൂഷൻസ് ആണ് വരിക. അപ്പൊ ഓയിലേഴ്സ് ഫോർമുല അനുസരിച്ച് ഇ റേസ് ടു ഐ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്ന് എഴുതാം. അതുപോലെ ഇ റേസ് ടു മൈനസ് ഐ എക്സിനെയോ കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും കൂടെ കൂടിയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ടേം മാറിയിട്ട് കോസ് എക്സ് മാത്രമാവും. അപ്പൊ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു 1/2i ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ്? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇ റേസ് ടു ഐ എക്സ് ഇതിന്റെ ഒരു റൂട്ടാണ് അല്ലെ. ഇ റേസ് ടു ഐ എക്സ് ഒരു റൂട്ടാണ്, അതുപോലെ ഇ റേസ് ടു മൈനസ് ഐ എക്സും ഒരു റൂട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്? ഇതിന്റെ ലീനിയർ കോമ്പിനേഷനും അതിന്റെ റൂട്ടാണ്. അതുകൊണ്ട് എന്താണ്? കോസ് എക്സ് ഒരു റൂട്ടായിട്ട് വരും, അതുപോലെ തന്നെ സൈൻ എക്സും ഒരു റൂട്ടായിട്ട് വരും. അപ്പൊ നമുക്ക് ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്ന് എഴുതാം. കോസ് എക്സും സൈൻ എക്സും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താവും? ഒരു ബേസിസ് ഫോം ചെയ്യും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരിക? ഈ ടൈപ്പ് കോംപ്ലക്സ് സൊല്യൂഷൻ ആണ് y ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. എ ആൻഡ് ബി എന്താണ്? ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളതിന്റെ നിന്ന് എങ്ങനെ സൈൻ എക്സിന്റെയും കോസ് എക്സും അല്ലെങ്കിൽ ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. സെഡ് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, എസ് പ്ലസ് ഐ ടി. എസ് അതിന്റെ റിയൽ പാർട്ടാണ്, ടി അതിന്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പൊ ഇ റേസ് ടു സെഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എസ് പ്ലസ് ഐ ടി എന്ന് എഴുതാം. അതായത് ഇ റേസ് ടു എസ് ഇൻറ്റു ഇ റേസ് ടു ഐ ടി. ഇ റേസ് ടു എസ് ഇൻറ്റു ഇ റേസ് ടു ഐ ടി അല്ലെ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓയിലേഴ്സ് ഫോർമുല അനുസരിച്ച് കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് എഴുതാം. അപ്പൊ ഇനി ഇ റേസ് ടു ഐ ടിയുടെ റിയൽ എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷൻ എന്താ വരിക? ഇ റേസ് ടു ഐ ടി ഈക്വൽ ടു, അപ്പൊ ഇത് നമുക്ക് എന്തിട്ട്? ഇ റേസ് ടു എസ് ഇൻറ്റു കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഇ റേസ് ടു ഐ ടിയുടെ എക്സ്പാൻഷൻ എന്താ വരിക? ഇത് ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇ റേസ് ടു ഐ ടിനെ നമ്മൾ എങ്ങനെ എഴുതി? കോസ് ടി പ്ലസ് ഐ സൈൻ ടി. അത് എങ്ങനെ കിട്ടിയെന്നുള്ള ഇ റേസ് ടു ഐ ടി ഈക്വൽ ടു സാധാരണ എക്സ്പോണൻഷ്യലിന്റെ എക്സ്പാൻഷൻ ചെയ്ത 1 പ്ലസ് ഐ ടി പ്ലസ് ഐ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഐ ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. എന്നിട്ട് ഇതിൽ ഈവൻ ടേം ഒന്നിച്ചും ഓഡ് ടേം ഒന്നിച്ചും എഴുതാം. അതായത് 1 മൈനസ് അല്ലെ ഐ ടി ഹോൾ സ്ക്വയർ വരും, ഐ സ്ക്വയർ -1 വരും, ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ വരും. പിന്നെ ഐ ടി ഹോൾ റേസ് ടു 4, അതായത് ടി റേസ് ടു 4, പിന്നെ ഐ റേസ് ടു 4 ആ വരിക. അതായത് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ. അപ്പൊ ഐ സ്ക്വയർ -1 ആണ്, ഐ സ്ക്വയർ വീണ്ടും -1, സോ മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും. പ്ലസ് ടി റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇതിങ്ങനെ പോകും. അതുപോലെ തന്നെ ഓഡ് ടേമുകളോ ടി മൈനസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ടി റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ആണ്. ഇത് കോസ് ടിയുടെ എക്സ്പാൻഷൻ ആണ്, ഇത് സൈൻ ടിയുടെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇ റേസ് ടു ഐ ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് എഴുതാം. അപ്പൊ ഇ റേസ് ടു സെഡിന്റെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു എസ് ഇൻറ്റു കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് എഴുതാൻ പറ്റും, വേർ എസ് സെഡ് ഈക്വൽ ടു എസ് പ്ലസ് ഐ ടി ആണ്. ഇനി അടുത്തത് നമുക്ക് കോംപ്ലക്സ് റൂട്ട്സിന്റെ സൊല്യൂഷൻ കാണുന്നതിലേക്ക് പോകും.